നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ചാനലിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? 0 സബ്സ്ക്രൈബേഴ്സ് ആണോ, അതോ 100 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ, 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ? നിങ്ങൾക്ക് ഒരു 1 lakh സബ്സ്ക്രൈബേഴ്സിലേക്ക് നിങ്ങളുടെ ചാനൽ എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, അവസാനം വരെ കണ്ടുകൊള്ളുക. ഞാൻ 12 വർഷത്തോളമായിട്ട് യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പല ചാനലിലായിട്ട് പല ടൈപ്പ് കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പൊ എന്റെ ജോലി എന്ന് പറയുന്നത് യൂട്യൂബ് തന്നെയാണ്, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഈ കണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ് എന്റെ ജോലി. എന്നിട്ട് പോലും എനിക്കും ഈ ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷന്റെ ഭയങ്കര ആവശ്യം വരാറുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളാണ്. ചിലപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ അതിന് വ്യൂ വരാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഇപ്പൊ ഈ പരിപാടിയും കൂടെ പറ്റത്തില്ല, ഇത് നിർത്തിയേക്കാന്ന് ചിന്തിക്കും. അല്ലെങ്കിൽ യൂട്യൂബിന്റെ ഏണിങ്സ് കുറയുന്ന സമയത്ത് നമുക്ക് ഇതേ ചിന്തകൾ വരും. അല്ലാന്നുണ്ടെങ്കിൽ പ്രൊമോഷൻസ് കിട്ടാത്ത ഒരു സാഹചര്യം വരുമ്പോൾ അന്നേരം നമ്മൾ ഇതൊക്കെ ചിന്തിക്കും. കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും മനസ്സിലൂടെ ഇങ്ങനെയുള്ള ചിന്തകൾ കടന്നു പോകുന്നുണ്ടായിരിക്കും. ഇപ്പം മോട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് എവിടെന്നെങ്കിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഈ ഒരു ഫീൽഡിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, യൂട്യൂബിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പം പ്രത്യേകിച്ച് പുതുതായിട്ടൊരു ചാനലൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോട്ടിവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പകുതിക്ക് വെച്ചിട്ട് പോകും. എന്റെ ചാനൽ, ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷമായും തോന്നുന്നു. ഈ 6 വർഷം മുമ്പ് എന്റെ കണ്ടന്റുകൾ വാച്ച് ചെയ്തുകൊണ്ടിരുന്നതിൽ കുറച്ച് ആളുകളൊക്കെ നല്ല രീതിയിൽ ചാനൽ സെറ്റപ്പ് ആയിട്ട് പോയിട്ടുണ്ട്. മറ്റു കുറച്ച് ആളുകൾ ഈ പരിപാടിയെ നിർത്തി പോയിട്ടുണ്ട്, യൂട്യൂബിൽ നിർത്തി ഉണ്ടാകാം, എനിക്ക് അറിയത്തില്ല, ഉണ്ടാകാം. പക്ഷെങ്കിൽ കുറച്ച് സക്സസ് ആയിട്ടുള്ള ആളുകൾ എനിക്ക് പേഴ്സണലി അറിയാവുന്നവരുണ്ട്, എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരുണ്ട്. നമ്മുടെ വീഡിയോകൾ കാണുകയും അതിലൂടെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി യൂട്യൂബിൽ ഇങ്ങനെ മുമ്പോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടി അവർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് യൂട്യൂബ് ചാനൽ രക്ഷപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരെ എനിക്കറിയാം. യൂട്യൂബ് പൂട്ടിപ്പോയ ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, അങ്ങനെയുള്ള ആളുകളും ഉണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുള്ളവരും ഉണ്ട്, ചാനൽ ഗ്രോ ചെയ്യാത്തവരും ഉണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മൾ യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ടന്റ് എന്തുകൊണ്ട് ഗ്രോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല, നമുക്ക് എന്തുകൊണ്ട് വ്യൂ വരുന്നില്ല, ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ച് നമ്മൾ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോകുന്നു വിചാരിക്കുക. ആ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ നമുക്ക് നല്ല പോസ്റ്റിൽ ജോലി കിട്ടത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ആ ജോലി സമയത്ത് നമുക്ക് ഉണ്ടാകും. അപ്പൊ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലരും വിചാരിക്കുന്ന യൂട്യൂബിൽ എക്സ്പീരിയൻസേ വേണ്ട, യൂട്യൂബിൽ വളരെ ഈസി ആയിട്ട് തന്നെ വന്ന് പൈസ ഉണ്ടാക്കി പോകാമെന്ന് കരുതുന്നവരുണ്ട്. സത്യത്തിൽ യൂട്യൂബും ഈ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യം, യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ നമുക്കറിയാം, യൂട്യൂബിൽ എങ്ങനെയാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ അവരുടെ പോളിസീസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് അറിയാമോ ഇല്ലയോ എന്നുള്ള കാര്യം യൂട്യൂബ് ശരിക്ക് മനസ്സിലാക്കിയതിന് ശേഷമേ നമ്മുടെ ചാനൽ മുമ്പോട്ട് കയറ്റി വിടത്തുള്ളൂ. അതെന്താണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയാം. യൂട്യൂബിൽ നമ്മൾ ചാനൽ തുടങ്ങി വീഡിയോകൾ ഇട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. 4000 അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് ഈ 4000 അവേഴ്സിന്റെ 1000 സബ്സ്ക്രൈബേഴ്സിന്റെ ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നത്? ഈ ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നതിന്റെ ഒരേ ഒരു കാര്യം, നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ്. യൂട്യൂബിൽ കണ്ടന്റുകൾ ഇടുക, ഇട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ആ പ്രാക്ടീസ് ചെയ്ത് ഇംപ്രൂവ് ആയി വരുന്നതിനനുസരിച്ച് നമ്മുടെ കണ്ടന്റുകൾ ഗ്രോ ചെയ്യും. അതേപോലെ നമുക്ക് പുതിയ പുതിയ ഓഡിയൻസ് വരും. അങ്ങനെ നമ്മൾ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ആയിട്ട് മുമ്പോട്ട് നമുക്ക് യൂട്യൂബിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമ്മളൊരു ജോലിക്ക് പോയിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കമ്പനി നമുക്ക് പേ ചെയ്യത്തില്ല, പൈസ തരത്തില്ല, സാലറി എടുത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ആ എക്സ്പീരിയൻസിന് വേണ്ടി സാലറി ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ കുറഞ്ഞ സാലറിയിലൊക്കെ വർക്ക് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നമ്മൾ ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല സാലറിയിൽ ജോലി കിട്ടും. അപ്പൊ അതേ കൺസെപ്റ്റ് തന്നെയാണ് യൂട്യൂബിലും. പലരും വിചാരിക്കുന്ന യൂട്യൂബിൽ അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നാണ്. സത്യത്തിൽ അങ്ങനെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ 4000 അവേഴ്സിന്റെ 1000 സബ്സ്ക്രൈബേഴ്സിന്റെ ഈ ഒരു ടൈം പീരീഡ് വെച്ചിരിക്കുന്നത്, ഈ ഒരു ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ കംപ്ലീറ്റ് ആക്കി, ജെനുവിൻ ആയിട്ട്, ഓർഗാനിക് ആയിട്ട് ഈ പറയുന്ന കാര്യം നമ്മൾ യൂട്യൂബിൽ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ഏകദേശം യൂട്യൂബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. യൂട്യൂബിൽ എങ്ങനെ ഗ്രോ ചെയ്യണം എന്നുള്ളത് ഇനി നമ്മളെ ആരും പഠിപ്പിക്കേണ്ട, നമ്മൾ തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കി പഠിക്കുന്നു. പഠിച്ചതിന് ശേഷം നമ്മൾ കണ്ടന്റുകൾ റെഗുലർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ യൂട്യൂബിൽ വ്യൂ വരും. പക്ഷെങ്കിൽ ഇവിടെ പലർക്കും ഈ ഒരു പ്രാക്ടീസ് ടൈം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂട്യൂബിലേക്ക് വരുമ്പോൾ തന്നെ എല്ലാവരും എങ്ങനെ മോണിറ്റൈസ് ചെയ്യാമെന്നുള്ള ആ ഒരു ചിന്തയിലാണ് യൂട്യൂബിലേക്ക് വരുന്നത്. അവിടെ തന്നെ പണി പാടും, തുടക്കം തന്നെ പാളിപ്പോകും. കാരണം എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല, നേരെ മോണിറ്റൈസ് ചെയ്യണം, വ്യൂ ഉണ്ടാക്കണം, ഈ ഒരു ചിന്തയാണ്. നിങ്ങൾ ഇത് കളഞ്ഞിട്ട്, ഈ ചിന്ത കളഞ്ഞിട്ട് നേരെ വരുന്നു ഒരു ആദ്യത്തെ ഒരു 50 തൊട്ട് 100 വീഡിയോ വരെ നിങ്ങളുടെ പ്രാക്ടീസ് ആണെന്ന് തന്നെ കരുതി. നിങ്ങൾക്ക് എഡിറ്റിംഗ് പഠിക്കണം, അതേപോലെ തന്നെ കളർ ഗ്രേഡിങ് പഠിക്കണം, യൂട്യൂബിലെ പോളിസീസ് പഠിക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പഠിക്കാനുള്ള ഒരു സമയമായിട്ട് നിങ്ങൾ ഈ ഒരു ആദ്യത്തെ ക്രൈറ്റീരിയ 1000 സബ്സ്ക്രൈബേഴ്സും 4000 അവേഴ്സും കംപ്ലീറ്റ് ആക്കുന്ന ഒരു ക്രൈറ്റീരിയ കാണുക. നിങ്ങൾ കണ്ടന്റുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുക, ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങളുടെ ചാനലിലും അതേപോലെ യൂട്യൂബിൽ നിങ്ങളുടെ ഫോളോവേഴ്സിലും ഒക്കെ വരുന്ന മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു മാറ്റം കാണുന്ന ആളുകൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു വളരെ കുറവാണ്. അതായത് ഗ്രാജുവലി ഗ്രോ ചെയ്യുന്ന വരുന്നവർ വളരെ വളരെ കുറവാണ്. എല്ലാവർക്കും പെട്ടെന്ന് സ്റ്റാർ ആകണമെന്നുള്ള ഒരു ചിന്തയിലാണ് യൂട്യൂബിലേക്ക് വരുന്നത്. ഇവിടെ പേഷ്യൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ക്ഷമയോടെ തന്നെ നമ്മൾ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകും. അപ്പൊ യൂട്യൂബ് തുടങ്ങാന്ന് പറയുന്ന സമയത്ത് തന്നെ ഈ പരിപാടി പാടും മിക്ക ആളുകളുടെയും. അതായത് ചിലർ ചെയ്യുന്ന
ചെയ്യുന്ന പരിപാടി 1000 സബ്സ്ക്രൈബേഴ്സ് 4000 hours ഒക്കെ പൈസ കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യും. പൈസ കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, കണ്ടന്റുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാൻ നമുക്ക് ഒരു രീതിയിലുള്ള പ്രയോജനം ഉണ്ടാകും. ചിലപ്പോൾ ഒരു മാസം ഒരു വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു $100 കിട്ടിയെന്ന് വരും. മനസ്സിലായി? ആ ഒരു വർഷം കൊണ്ട് $100 ഉണ്ടാക്കാനാണ് നമ്മൾ യൂട്യൂബിൽ കഷ്ടപ്പെടുന്നത്, ഒരിക്കലും അല്ല. അപ്പൊ യൂട്യൂബിൽ ഒരുപാട് വ്യൂ വന്നിട്ട് കാര്യമില്ല. ഈ വരുന്ന വ്യൂ ജെനുവിൻ ആയിരിക്കണം. ആ വ്യൂവിന് യൂട്യൂബ് പൈസ തരണം. അതായത് അഡ്വർടൈസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കണ്ടന്റിലെ യൂട്യൂബ് അഡ്വർടൈസ്മെന്റ് കൊടുക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കണ്ടന്റുകളിലായിരിക്കണം നമുക്ക് വ്യൂ വരുന്നത്. എന്തെങ്കിലും ഇട്ടിട്ട് അതിൽ വ്യൂ വന്നിട്ട് കാര്യമില്ല. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, തുടക്ക സമയത്ത് ഒരുപാട് വ്യൂ ഉണ്ടാക്കണം, അല്ലെ ഫോളോവേഴ്സിനെ കൂട്ടണം എന്നുള്ള ആ ഒരു ചിന്ത മാറ്റി വെച്ചിട്ട് ഇംപ്രൂവ് ചെയ്യണം, കൂടുതൽ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, പഠിക്കണം എന്നുള്ള ചിന്തയിലേക്ക് പോവുക. കാരണം മുമ്പ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഇട്ടിരുന്ന പോലെ ഇപ്പൊ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, യൂട്യൂബിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ നല്ല കണ്ടന്റുകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. പിള്ളേർ സെറ്റൊക്കെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്കോട്ട് നമ്മൾ എന്തെങ്കിലും കൊണ്ട് ചെല്ലുന്ന ഉടനെ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അമ്മാതിരി തറ കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യണം. കണ്ടിട്ടില്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ ടീമുകളുണ്ട്, സൂപ്പർ സ്റ്റാർ ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കിടക്കുന്നത്. അല്ലെ ആ ലെവലിലോട്ടൊക്കെ പോകണം. ആ ലെവലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പരിപാടി ചെയ്യാതിരിക്കുന്നതാണ്. മനസ്സിലായി? നമ്മൾ ആ ലെവലൊന്നും അല്ല ചിന്തിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് പൈസ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് നമ്മുടെ ആ ചിന്ത. നമ്മൾ അതിനുവേണ്ടിയാണ് പ്രയത്നിക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി പ്രയത്നിക്കുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് നല്ല അറിവ് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് അങ്ങനെയുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, ചാനൽ തുടങ്ങുമ്പോൾ നമുക്കൊരു ഡയറക്ഷൻ, അതായത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഏത് ടോപ്പിക്കിലാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. 1, 2, 10 വീഡിയോ ചെയ്തതിനു ശേഷം പിന്നീട് കണ്ടന്റ് ഇല്ലാത്ത ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിരുന്നു. മനസ്സിലായി? ഇപ്പൊ ChatGPT ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഐഡിയാസ് ChatGPT തരും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ കണ്ടന്റ് ക്രിയേഷൻ ഈ ഒരു സമയത്ത് നടക്കും. അതേപോലെ ഇംപ്രൂവ്മെന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇന്നൊരു വീഡിയോ ചെയ്തു, അത് കഴിഞ്ഞ് നാളത്തെ വീഡിയോയിൽ വ്യൂ കൂട്ടാം എന്നുള്ള ആ ഒരു ചിന്തയിൽ പോകാതെ നാളത്തെ വീഡിയോയിൽ എന്ത് കാര്യം ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അതായത് ഇന്ന് കിട്ടിയ വീഡിയോയിനേക്കാളും കൂടുതൽ വ്യൂ അതിൽ കിട്ടണമെങ്കിൽ ആ വീഡിയോ ഇന്ന് ഇട്ടപ്പോൾ ഇട്ടിട്ട് കാര്യമില്ല, അതിനേക്കാളും ബെറ്റർ ആക്കി ചെയ്തെങ്കിലേ നാളെ അതിൽ വ്യൂ കിട്ടത്തുള്ളൂ. മനസ്സിലായി? അപ്പം ചിന്തിക്കേണ്ടത് വ്യൂ കൂട്ടുന്നതിനെ കുറിച്ചല്ല, എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അതേപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പേഷ്യൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമുക്ക് ഇതിലൊരു ക്ഷമയില്ലാതെ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും വർഷമായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യും എന്നുണ്ടെങ്കിലും എനിക്ക് ചിലപ്പോൾ സമയങ്ങളിൽ തോന്നി ഈ പരിപാടി നിർത്തി കളഞ്ഞേക്കാണ്. കാരണം നമുക്ക് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഏണിങ്സോ കാര്യങ്ങളോ യൂട്യൂബിൽ നിന്ന് വരാറില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യൂ വരത്തില്ല. അങ്ങനെ പല പ്രശ്നങ്ങളാണ് ഇതിനകത്തിൽ. അപ്പൊ ഇതൊക്കെ ഫേസ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ഒരു പവറോട് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയല്ല. ചില വീഡിയോകൾക്ക് വ്യൂ വരും, ചില വീഡിയോയ്ക്ക് ഒട്ടും വ്യൂ വരത്തില്ല. മനസ്സിലായി? അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഡൗൺ ആയി പോകും. എന്റെ മാത്രം കാര്യമാണ് ഞാൻ പറയുന്നതെങ്കിൽ പോലും ഒരുമാതിരിപ്പെട്ട എല്ലാ ക്രിയേറ്റീവ്സിനും ഇത് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതൊരു വലിയ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ നമുക്ക് തരുന്ന കാര്യമാണ്. കാരണം നമ്മൾ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നു, അതിന് വ്യൂ ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ് വരും. അപ്പൊ അത് അങ്ങനെയും കുറെ ആളുകളുണ്ട് ഈ കണ്ടന്റ് ക്രിയേഷനിൽ വന്നിട്ട് അങ്ങനെ സ്ട്രെസ് അടിച്ച് ഷുഗറും BP ഒക്കെ ആയിട്ട് നടക്കുന്ന കുറെ ക്രിയേറ്റേഴ്സ് ഉണ്ട്. ടെൻഷനും സ്ട്രെസ്സിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എങ്ങനെ അടുത്ത കണ്ടന്റ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വ്യൂവും സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഒക്കെ വന്ന് നമ്മളൊന്ന് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ലെവലിൽ നമ്മൾ യൂട്യൂബ് കൊണ്ടുപോകും. അതായത് നമുക്കൊരു ആവറേജ് വ്യൂ യൂട്യൂബിൽ കിട്ടും. മനസ്സിലായോ? അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തെങ്കിൽ ഈ ആവറേജ് വ്യൂ കിട്ടത്തുള്ളൂ. ഇപ്പൊ ഒരു വീഡിയോ നമ്മുടെ വൈറലായ 3-4 വീഡിയോ വൈറലായി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറെ ഫോളോവേഴ്സ് കയറും. ചിലപ്പോൾ ആ വൈറലായതിനു ശേഷം പിന്നീട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ വ്യൂ ഡൗൺ ആയി വന്ന് ചിലപ്പോൾ ഒരു 20K അല്ലെ 30K അങ്ങനെ ഒരു ലെവലിൽ വന്നിട്ട് ഒരു ആവറേജ് നമ്മുടെ അത്രയും വ്യൂ ആയിട്ട് മാറും. ഏത് വീഡിയോ ഇട്ടാലും നമുക്ക് അത്രയും വ്യൂ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥയാണ്. മനസ്സിലായോ? അപ്പൊ ആ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മുടെ ചാനൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലാതെ മുമ്പോട്ട് പോകും. കാരണം നമ്മൾ ഇടുന്ന വീഡിയോകൾക്ക് ആവറേജ് അത്രയും വ്യൂ കിട്ടുകയും ചെയ്യും. നമുക്ക് എല്ലാ മാസവും ഏണിങ്സും കിട്ടും എന്നുള്ള ഒരു ധൈര്യം നമുക്ക് വരുമ്പോൾ തന്നെ കുറച്ചൊരു മോട്ടിവേഷൻ ആണ്. മനസ്സിലായി? അപ്പൊ നമ്മൾ കണ്ടന്റുകൾ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ആ ഒരു ലെവൽ വരെ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷമയോട് തന്നെ ഇതിനുവേണ്ടി കാത്തിരിക്കണം. അതേപോലെ തന്നെ നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിന് വേണ്ടിയോ മോണിറ്റൈസേഷന് വേണ്ടിയോ മാത്രം യൂട്യൂബിൽ വർക്ക് ചെയ്യാതിരിക്കുക. യൂട്യൂബിനെ കുറിച്ച് പഠിക്കാനും യൂട്യൂബിൽ വീഡിയോകൾ എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കാനും ഒക്കെ നമ്മൾ സമയം ചെലവഴിക്കണം. പിന്നെ ഇവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഈ വീഡിയോ ഒന്ന് കണ്ടുപോയിക്കോ. ഇൻസ്റ്റാഗ്രാമിൽ കമന്റ് ഓട്ടോമേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതായത് കമന്റ് ഇടുന്ന ഉടനെ ഓട്ടോമാറ്റിക് അതിന് റിപ്ലൈ പോകും. അത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അത് ഫ്രീ ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.